27-ാം ദിവസം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം. മോശയെ ശക്തിപ്പെടുത്തുന്നു. മോശ പറഞ്ഞു, അവർ എന്നെ വിശ്വസിക്കുകയില്ല, എൻ്റെ വാക്ക് കേൾക്കുകയുമില്ല. കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് അവർ പറയും. കർത്താവ് അവനോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, ഒരു വടി. അവിടുന്ന് കൽപ്പിച്ചു, അത് നിലത്തിടുക. അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. മോശ അതുകൊണ്ട് അകന്നു മാറി. കർത്താവ് അരുളി ചെയ്തു, കൈ നീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു. ഇത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയാണ്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, നിന്റെ കൈ മാറിടത്തിൽ വയ്ക്കുക. അവൻ അപ്രകാരം ചെയ്തു. കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞുപോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി കാണപ്പെട്ടു. അവിടുന്ന് കൽപ്പിച്ചു, കൈ വീണ്ടും മാറിടത്തിൽ വയ്ക്കുക. അവൻ അപ്രകാരം ചെയ്തു. മാറിടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലായി, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെ കാണപ്പെട്ടു. അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ ആദ്യത്തെ അടയാളത്തിന് സാക്ഷി സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തേതിൻ്റെ സാക്ഷി സ്വീകരിച്ചേക്കും. ഈ 2 അടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സാക്ഷി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നദിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് കരയിൽ ഒഴിക്കുക. നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും. അഹ്റോന്റെ നിയമനം. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. എന്നാൽ അവൻ അപേക്ഷിച്ചു, കർത്താവെ, ദയചെയ്ത് മറ്റേ ആരെയെങ്കിലും അയക്കണമേ. അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു, നിനക്ക് ലേവിനായ അഹ്റോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ. അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഇതാ, അവൻ നിന്നെ കാണാൻ വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക. ഞാൻ നിന്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും. അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും. അവൻ നിന്റെ വക്താവായിരിക്കും. നീ അവന് ദൈവത്തെ പോലെയും. ഈ വടി കയ്യിലെടുത്തുകൊള്ളുക. നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മോശ ഈജിപ്തിലേക്ക്. മോശ അമ്മായിയപ്പനായ ജത്രോയുടെ അടുക്കൽ തിരികെ ചെന്ന് പറഞ്ഞു, ഈജിപ്തിലുള്ള എൻ്റെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയുന്നതിന് അങ്ങോട്ട് മടങ്ങിപ്പോകാൻ എന്നെ അനുവദിക്കണം. ജത്രോ പറഞ്ഞു, നീ സമാധാനത്തോടെ പോവുക. മിദിയാനിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവുക. നിന്നെ കൊല്ലാൻ കാത്തിരുന്നവർ മരിച്ചു കഴിഞ്ഞു. മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു. അവൻ ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്തു. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് മടങ്ങുകയാണ്. അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ ഫറവോയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കണം. എന്നാൽ ഞാൻ അവനെ കഠിനചിത്തനാക്കും. അവൻ ജനത്തെ വിട്ടയക്കുകയില്ല. നീ ഫറവോയോട് പറയണം, കർത്താവ് പറയുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദിജാതൻ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക. നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിന്റെ ആദിജാതനെ തന്നെ ഞാൻ വധിക്കും. യാത്രാമധ്യേ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാനൊരുങ്ങി. ഉടനെ സിപ്പോറ ഒരു കത്തിയെടുത്ത് തൻ്റെ പുത്രൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു. അതുകൊണ്ട് മോശയുടെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവൾ പറഞ്ഞു, നീ എനിക്ക് രക്തഭർത്താവാകുന്നു. അപ്പോൾ അവിടുന്ന് അവനെ വിട്ടുപോയി. അവൾ പറഞ്ഞു, പരിച്ഛേദന നിമിത്തം നീ എനിക്ക് രക്തഭർത്താവാകുന്നു. കർത്താവ് അഹ്റോനോട് പറഞ്ഞു, നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക. അതനുസരിച്ച് അഹ്റോൻ പോയി ദൈവത്തിൻ്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു. തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് പരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹ്റോനോട് വിവരിച്ചു. അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി. കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്റോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ജനം വിശ്വസിച്ചു. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നു എന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു. അധ്യായം 5. ഫറവോയുടെ പ്രതികരണം. മോശയും അഹ്റോനും ഫറവോയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, മരുഭൂമിയിൽ വന്ന് എൻ്റെ ബഹുമാനാർത്ഥം പൂജാ മഹോത്സവം ആഘോഷിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക.
അപ്പോൾ ഫറവോ ചോദിച്ചു, ആരാണ് കർത്താവ്? അവൻ്റെ വാക്ക് കേട്ട് ഞാൻ എന്തിന് ഇസ്രായേൽക്കാരെ വിട്ടയക്കണം? ഞാൻ കർത്താവിനെ അറിയുന്നില്ല, ഇസ്രായേൽക്കാരെ വിട്ടയക്കുകയുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, എബ്രായരുടെ ദൈവം ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു. ആകയാൽ 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ബലിയർപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കുക. അല്ലാത്ത പക്ഷം അവിടുന്ന് മഹാമാരി കൊണ്ടോ വാൾ കൊണ്ടോ ജനങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ ഈജിപ്ത് രാജാവ് അവനോട് പറഞ്ഞു, മോശെ, അഹ്റോനെ, നിങ്ങൾ ജനത്തിൻ്റെ ജോലിക്ക് മുടക്കം വരുത്തുന്നതിന് പോയി നിങ്ങളുടെ കാര്യം നോക്കുവിൻ. അവൻ തുടർന്നു, നാട്ടിൽ ഞങ്ങളുടെ ജനം ഏറെയുണ്ട്. അവരുടെ ജോലിക്ക് നിങ്ങൾ മുടക്കം വരുത്തുകയോ? ഫറവോ അന്ന് തന്നെ ജനത്തിൻ്റെ മേൽനോട്ടക്കാരോടും അവരുടെ മേലധികാരിയോടും കൽപ്പിച്ചു, ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ട വൈക്കോൽ മുൻപെന്ന പോലെ ഇനി ജനത്തിന് എത്തിച്ചു കൊടുക്കേണ്ട. അവർ തന്നെ പോയി ആവശ്യമുള്ള വൈക്കോൽ ശേഖരിക്കട്ടെ. എന്നാൽ ഇതുവരെ ഉണ്ടാക്കിയിരുന്നത്ര ഇഷ്ടിക ഉണ്ടാക്കാൻ അവരെ നിർബന്ധിക്കുകയും വേണം. അതിൽ കുറവ് വരുത്തരുത്. അവർ അലസരാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ ഞങ്ങൾ പോകട്ടെ എന്ന് അവർ മറുപടി കൂട്ടുന്നത്. അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുക. അങ്ങനെ അവർ അധ്വാനിക്കുകയും വ്യാജവാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യട്ടെ. മേൽനോട്ടക്കാരും സ്ത്രീകളും ചെന്ന് ജനത്തോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല എന്ന് ഫറവോ പറയുന്നു. നിങ്ങൾ തന്നെ പോയി കിട്ടാവുന്നിടത്തു നിന്നെല്ലാം വൈക്കോൽ ശേഖരിക്കുവിൻ. എന്നാൽ പണിയിൽ യാതൊരു കുറവും വരുത്തരുത്. ജനം വൈക്കോൽ ശേഖരിക്കുന്നതിന് ഈജിപ്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പോയി. മേൽനോട്ടക്കാർ കർശനമായി നിർദ്ദേശിച്ചു, ദിവസം തോറും ഉള്ള വേല വൈക്കോൽ തന്നിരുന്നപ്പോൾ എന്ന പോലെ ചെയ്തു തീർക്കുവിൻ. ഫറവോയുടെ ഉദ്യോഗസ്ഥന്മാർ ജോലിയുടെ മേൽനോട്ടത്തിന് നിയമിച്ചിരുന്ന ഇസ്രായേൽക്കാരെ പ്രഹരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അത്ര ഇഷ്ടികകൾ ഇന്നലെയും ഇന്നും ഉണ്ടാക്കാത്തത് എന്ത്? ഇസ്രായേൽക്കാരുടെ മേൽനോട്ടക്കാർ ഫറവോയെ സമീപിച്ച് ഇങ്ങനെ പരാതിപ്പെട്ടു, അങ്ങയുടെ ദാസന്മാരോട് എന്തിനാണ് ഇപ്രകാരം പെരുമാറുന്നത്? അങ്ങയുടെ ദാസന്മാർക്ക് അവർ വൈക്കോൽ തരുന്നില്ല, എങ്കിലും ഇഷ്ടിക ഉണ്ടാക്കുവിൻ എന്ന് അവർ കൽപ്പിക്കുന്നു. അങ്ങയുടെ ദാസന്മാരെ പ്രഹരിക്കുന്നു, എന്നാൽ കുറ്റം അങ്ങയുടെ ജനത്തിൻ്റെതാണ്. ഫറവോ മറുപടി പറഞ്ഞു, നിങ്ങൾ അലസരാണ്. അതുകൊണ്ടാണ് കർത്താവിന് ബലിയർപ്പിക്കാൻ ഞങ്ങൾ പോകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയി ജോലി ചെയ്യുവിൻ. നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല, എന്നാൽ ഇഷ്ടികയുടെ എണ്ണം കുറയുകയും അരുത്. അനുദിനം ഉണ്ടാക്കുന്ന ഇഷ്ടികയുടെ എണ്ണത്തിൽ കുറവ് വരാൻ പാടില്ലെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽക്കാരായ മേലാളന്മാർ ധർമ്മസങ്കടത്തിലായി. ഫറവോയുടെ അടുക്കിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ മോശയും അഹ്റോനും തങ്ങളെ കാത്തു നിൽക്കുന്നത് അവർ കണ്ടു. അവർ മോശയോടും അഹ്റോനോടും പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ പ്രവൃത്തി കണ്ട് നിങ്ങളെ വിധിക്കട്ടെ. ഫറവോയുടെയും അവൻ്റെ സേവകരുടെയും മുമ്പിൽ നിങ്ങൾ ഞങ്ങളെ അജ്ഞാപാത്രങ്ങളാക്കി. ഞങ്ങളെ വധിക്കാൻ നിങ്ങൾ അവരുടെ കയ്യിൽ വാൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, അങ്ങ് എന്തിനാണ് ഈ ജനത്തോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത്? എന്തിനാണ് അങ്ങ് എന്നെ ഇങ്ങോട്ട് അയച്ചത്? ഞാൻ അങ്ങയുടെ നാമത്തിൽ ഫറവോയോട് സംസാരിക്കാൻ വന്നതു മുതൽ അവൻ ഈ ജനത്തെ കഷ്ടപ്പെടുത്തുകയാണ്. അങ്ങയുടെ ജനത്തെ മോചിപ്പിക്കുന്നുമില്ല. അധ്യായം 6. മോശയെ ധൈര്യപ്പെടുത്തുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവോയോട് എന്തു ചെയ്യുമെന്ന് നീ ഉടനെ കാണും. ശക്തമായ കരത്താൽ നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും. അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില അവന് വന്നുകൂടും. അവിടുന്ന് തുടർന്നു, ഞാൻ കർത്താവാണ്. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല. എങ്കിലും അവർ പരദേശികളായി പാർത്തിരുന്ന കാനാൻ ദേശം അവർക്ക് നൽകുമെന്ന് അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു. ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോദനം ഞാൻ കേട്ടു. എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും. അത് നിങ്ങൾക്ക് അവകാശമായി തരികയും ചെയ്യും. ഞാൻ കർത്താവാണ്. ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും അവരുടെ മനോവ്യഥയും ക്രൂരമായ അടിമത്തവും നിമിത്തം അവർ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചു,
നീ പോയി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക. മോശ കർത്താവിനോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, പിന്നെ ഫറവോ കേൾക്കുമോ? പോരെങ്കിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമാണ്. കർത്താവ് മോശയോടും അഹ്റോനോടും കൽപ്പിച്ചു, ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മക്കളോടും ഈജിപ്ത് രാജാവായ ഫറവോയോടും പറയുക. വംശാവലി. മോശയുടെയും അഹ്റോൻ്റെയും പിതൃഗോത്രങ്ങളുടെ തലവന്മാർ ഇവരാകുന്നു. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബൻ്റെ പുത്രന്മാർ ഹനോക്ക്, പല്ലു, ഹെസ്രാൻ, കർമ്മി. ഇവരാകുന്നു റൂബൻ ഗോത്രത്തിലെ തലവന്മാർ. ശിമയോൻ്റെ പുത്രന്മാർ യെമുവേൽ, യാമീൻ, ഓഹദ്, യാക്കീൻ, സോഹാർ. കാനാൻകാരിയിൽ നിന്നുള്ള ഷാവൂൽ. ഇവരാകുന്നു ശിമയോൻ്റെ ഗോത്രത്തിലെ കുലത്തലവന്മാർ. കുലങ്ങളനുസരിച്ച് ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ: ഗർഷോൻ, കൊഹാത്ത്, മെറാറി. ലേവിയുടെ കാലം 137 വർഷമായിരുന്നു. ഗർഷോൻ്റെ പുത്രന്മാർ ലിബ്നി, ഷിമെയി എന്നിവരും അവരുടെ കുടുംബങ്ങളും. കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കൊഹാത്തിൻ്റെ ജീവിതകാലം 133 വർഷമായിരുന്നു. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. തലമുറയനുസരിച്ച് ലേവിയുടെ കുടുംബങ്ങൾ ഇവയാണ്. അമ്രാം തൻ്റെ പിതൃ സഹോദരിയായ യോക്കെബെദിനെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് അഹ്റോൻ, മോശ എന്നിവർ ജനിക്കുകയും ചെയ്തു. അമ്രാമിൻ്റെ ജീവിതകാലം 137 വർഷമായിരുന്നു. ഇസ്ഹാറിൻ്റെ പുത്രന്മാർ കോറഹ്, നെഫഫ്, സിക്രി. ഉസിയേലിൻ്റെ പുത്രന്മാർ മിഷായേൽ, എൽസാഫാൻ, സിത്രി. അഹ്റോൻ അമ്മിനാദാബിൻ്റെ മകളും നക്ഷോൻ്റെ സഹോദരിയുമായ എലിഷേബായെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നീ പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. കോറഹിൻ്റെ പുത്രന്മാർ അസീർ, എൽക്കാന, അബിയാസാഫ്. ഇവരാണ് കോറഹ് വംശജർ. അഹ്റോൻ്റെ പുത്രനായ എലയാസർ പുത്തിയേലിൻ്റെ പുത്രിയെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് ഫിനഹാസ് എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു. ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ. ഈജിപ്ത് രാജ്യത്തു നിന്ന് ഇസ്രായേൽക്കാരെ സംഘം സംഘമായി പുറത്തു കൊണ്ടുവരികയെന്ന് കർത്താവ് കൽപ്പിച്ചത് ഈ അഹ്റോനോടും മോശയോടുമാണ്. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് സംസാരിച്ചത് ഇവരാണ്. ഈജിപ്തിൽ വെച്ച് കർത്താവ് മോശയോട് സംസാരിച്ച ദിവസം അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തു: ഞാൻ കർത്താവാണ്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ഈജിപ്തിലെ രാജാവായ ഫറവോയോട് നീ പറയുക. മോശ കർത്താവിനോട് പറഞ്ഞു, സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ. ഫറവോ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമോ?